ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജ് വണ്ടി നമ്മൾ സർവീസായിട്ട് വർക്കിന് വേണ്ടിയിട്ടുണ്ട്. നിലവിൽ ഇതിൻ്റെ കീ സെറ്റ് കംപ്ലൈൻ്റ് ആയിട്ട് കീ സെറ്റ് ഇവിടുന്ന് മൊത്തം സോക്കറ്റ് ഊരി പോകുന്നതാണ് കേസാണ്. ഇതാണെങ്കിൽ പെയർ ചെയ്യണ മോഡൽ, അതായത് സെൻസറുള്ള മോഡൽ കീ സെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ കീ സെറ്റ് മാറ്റണ കൂട്ടത്തിലൂടെ അതിൻ്റെ ഇതിവിടെ ഉണ്ട് CD എന്ന് പറഞ്ഞ ഈ ഒരു യൂണിറ്റ് കൂടി മാറ്റിയാലാണ് അത് വർക്കിംഗ് ആകാൻ പറ്റുള്ളൂ കേട്ടോ. അത് ആ പെയറിങ് നമ്മൾ സെൻസറിങ്ങിൻ്റെ സെൻസറുള്ള ഭാഗം ഒഴിവാക്കിയിട്ട് ഈ മോഡലിലേക്ക് കൺവേർട്ട് ആക്കിയിടാം. അതാകുമ്പോൾ പിന്നീടും കംപ്ലയിൻറ്റ് ഉണ്ടാവില്ല. അപ്പോൾ കീ സെറ്റും CD നമുക്കിതിന് മാറണം. ഇത് വണ്ടി ഇങ്ങനെ ഓൾറെഡി താക്കോൽ ഊരി പോകുന്നതും പ്രകാരം വണ്ടി സ്റ്റാർട്ടായി കിടന്നിരുന്ന വണ്ടിയാണ്. ബാറ്ററിയൊക്കെ ഫുൾ ചാർജ് ഇറങ്ങി പോയിട്ടുണ്ട്. അപ്പോൾ ബാറ്ററി ചാർജും കൂടി നമ്മൾ കൂട്ടത്തിൽ കൂടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് പുറമെയാണ് നമുക്ക് ജനറലായിട്ട് സർവീസ് പറഞ്ഞാൽ. അപ്പോൾ സർവീസിന് വണ്ടി നമ്മൾ കയറ്റിയിട്ടുണ്ട്. സർവീസിൻ്റെ കയറ്റി നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചതാണ്. ബ്രേക്ക് ലൈൻഡർ നമ്മൾ നോക്കുമ്പോൾ കമ്പനി ലൈൻഡർ കിടക്കണം, ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡറാണ് ഇതുമായി യൂസ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനും ഉണ്ട്. അപ്പോൾ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് വിസിറ്റ് ചെയ്താൽ മതി. അതേപോലെ തന്നെ ഹബിനകത്ത് ചെറുതായിട്ട് ആ പൊടിയൊക്കെ കിടന്നിട്ടുള്ളൊരു പ്രോബ്ലം ഉണ്ട്, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തരാം. ഗിയർ ഓയിൽ ചെക്ക് ചെയ്ത് നല്ല ഓയിലാണ്. എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്, എയർ ഫിൽറ്ററൊക്കെ പുതിയ ഫിൽറ്ററാണ് നടക്കുന്നത്. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം, ക്ലച്ച് ബെൽറ്റ്, വേരിയേറ്റർ ബോഡി, ബെൻഡെക്സ് ഭാഗമൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ അയച്ചിട്ടുണ്ട്. ക്ലച്ചൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കണം കേട്ടോ, വേറെ ഓയിലേക്ക് കാര്യങ്ങളൊന്നുമില്ല. വേരിയേറ്റർ ബോഡി, ബോസ്റ്റർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു, നോർമൽ തേമാനമൊക്കെ ഉള്ളൂ. ബെൻഡെക്സ് ചെക്ക് ചെയ്തു, വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്. അതേപോലെ തന്നെ ക്ലച്ച് സൈഡ് വീല്, പിന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കി, പുതിയ ബെൽറ്റാണ് കിടക്കണേ, ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ക്ലച്ചിനകത്ത് മെയിനായിട്ട് നമുക്ക് ക്ലച്ച് ക്ലീനിങ്, ക്ലച്ച് ഗ്രീസിങ് ആണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. വേറെ നമുക്ക് പാർട്സുകളായിട്ട് മാറ്റേണ്ടതായിട്ടൊന്നും നിലവിലില്ല. അതേപോലെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് വേറെ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല. ചോക്കിൻ്റെ കേബിള്, ആക്സിലേറ്ററിൻ്റെ കേബിള് രണ്ടും നല്ല കേബിളുകളാണ്. പിന്നെ സ്പാർക്ക് പ്ലഗ് അതിൽ നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി, കാരണം എയർ ഫിൽറ്റർ മാറ്റിയപ്പോൾ ആ കൂട്ടത്തിക്കടെ പ്ലഗ് മാറ്റിയിട്ടാണ് നല്ല ഫ്രഷ് ആയിട്ടാണ് കാണുന്നത്. ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗം ജസ്റ്റ് നമുക്ക് ഫ്രണ്ട് വീലൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ടാൽ മതി. ബ്രേക്ക് ക്യാമൊക്കെ അഴിച്ച് ഗ്രീസ് ചെയ്തിടാം. ടയറൊക്കെ പുതിയതാണ് കിടക്കുന്നത്. ഫ്രണ്ട് വീൽ ബെയറിങ് കോൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. നമുക്ക് ബാറ്ററി ഇത് ഇരിക്കുന്ന ബാറ്ററി 2023 മോഡൽ ബാറ്ററിയാണ്. ബാറ്ററി നമുക്കിപ്പോൾ വോൾട്ട് നോക്കുമ്പോൾ 12.17 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോൾ 8.5 വരെ കാണിക്കണം. അത് നിലവിൽ ഫുൾ ഓണായിട്ട് നിന്ന് ബാറ്ററി ചാർജ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഫുൾ ചാർജ് ചെയ്ത് നോക്കാം. അതിനുശേഷമാണ് ബാറ്ററിയുടെ യഥാർത്ഥ കണ്ടീഷൻ അറിയാൻ പറ്റുള്ളൂ. ചില കേസിൽ അങ്ങനെ നിന്ന് ബാറ്ററി കംപ്ലയിൻറ്റ് വരാറുണ്ട്. അപ്പോൾ അത് ബാറ്ററിയുടെ കേസ് മാത്രം നമ്മളിപ്പോൾ ഈ ഇടുന്ന എസ്റ്റിമേറ്റിലൊന്നും ഉൾപ്പെടുത്തുന്നില്ല. അത് ഫുൾ ചാർജ് ചെയ്തതിന് ശേഷം വണ്ടിയിൽ വയ്ക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ബാറ്ററിയുടെ കണ്ടീഷൻ അറിയാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ അത് കൂടാണ്ട് കീ സെറ്റും CD യൂണിറ്റും മാറ്റേണ്ടതായിട്ടുണ്ട്, എഞ്ചിൻ ഓയിൽ മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കാം. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്തേക്കണേ. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഏകദേശം ഒരു 6 മണി 6:30 ആവും തീരുമ്പോഴത്തേക്കും. അപ്പോൾ ഞാൻ അതിൻ്റെ എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിൽ ഇടുന്നുണ്ട്. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ട് എന്തെങ്കിലും ഒന്ന് റിപ്ലൈ ചെയ്യണം. ഓക്കെ.